Hi guys, and welcome to today's session of the Hindu Decode by Geoid. നിങ്ങൾക്ക് ഇവിടെ കാണാം UNFPA റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യസ് പോപ്പുലേഷൻ റീച്ചസ് 146.39 crore, ഫെർട്ടിലിറ്റി റേറ്റ് ഡ്രോപ്സ് ബിലോ റീപ്ലേസ്മെന്റ് ലെവൽ, UN റിപ്പോർട്ട്. ഇന്ത്യയുടെ ഈ ഒരു പോപ്പുലേഷൻ ഓവർവ്യൂ 2025 ഈ ഒരു പോപ്പുലേഷൻ ഓവർവ്യൂ എടുക്കുമ്പോൾ കറൻ്റ്ലി ഇപ്പം നമുക്കുള്ളത് ചൈനയെക്കാളും കൂടുതലാണ്. എന്തായാലും ഇന്ത്യ ഹാസ് 146.39 crore പീപ്പിൾ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബർത്ത് റേറ്റ് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം എന്നുള്ളതാണ്. ഇവിടെ നോക്കേണ്ടത് ഇത് ശരിക്ക് 2.1 ആണ് വേണ്ടത്. ദാറ്റ് ഈസ് എ നമ്പർ നീഡഡ് ടു കീപ് ദി പോപ്പുലേഷൻ സ്റ്റേബിൾ. പക്ഷെ ഇപ്പോൾ ഓൺ ആവറേജ് ഈച്ച് വിമൻ ഹാസ് 1.9 ചിൽഡ്രൻ അല്ലേ. ഈ ഒരു 1.9 എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു കണക്ക്. പക്ഷെ അത് 2.1 ആണ് വേണ്ടത്. ദിസ് ഈസ് ലെസ് ദാൻ 2.1 അല്ലേ. TFR അപ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 2.1. ഈ ഒരു 2.1 ആണ് വേണ്ടത്, വിച്ച് ഈസ് എ നമ്പർ നീഡഡ് ടു കീപ് ദ പോപ്പുലേഷൻ സ്റ്റേബിൾ. ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഫ്യൂച്ചറിൽ സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിക്രീസിങ് ഇൻ ദി ലോങ് റൺ. ഇനി പോപ്പുലേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ദാറ്റ് വിൽ കീപ് ഗ്രോയിങ്. ഓക്കെ, ആൻഡ് അതൊരു 170 crore ഒക്കെ എത്തും. ഇറ്റ് വിൽ റീച്ച് പീക്ക് ഓഫ് 170 crore. അടുത്ത 40 വർഷത്തിലെ 170 കോടി എത്തും. ആൻഡ് അതിനുശേഷം അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനിയിപ്പോൾ വർക്കിംഗ് ഏജ് പീപ്പിളിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 68% ആൾക്കാർ 15 to 64 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻസ് ആർ ഓഫ് വർക്കിംഗ് ഏജ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതൊരു നമുക്കൊരു ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് തരുന്നതാണ്. ഇനി ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആവറേജ് പുരുഷന്മാർ അല്ലെങ്കിൽ മെൻ ദേ വിൽ ലീവ് ടിൽ 71 years. അതേപോലെ വിമൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 74 വയസ്സ് വരെ ജീവിക്കും എന്നാണ് ആ ഒരു ആവറേജ് കണക്ക് പറയുന്നത്. ഇനി എൽഡർലി പോപ്പുലേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 65 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരുടെ കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി 7% ഇന്ത്യൻസ് എൽഡർ ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു നമ്പർ ഫ്യൂച്ചറിൽ കൂടാനാണ് സാധ്യത. മീനിങ് മോർ ഓൾഡർ പീപ്പിൾ ടു കെയർ ഓഫ് ഇൻ ദി ഫ്യൂച്ചർ. ഇതിൻ്റെ സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഹാസ് എ ഹ്യൂജ്, അതായത് മോസ്റ്റ്ലി യങ് പോപ്പുലേഷനാണ്. പക്ഷെ നമ്മുടെ ബർത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ ഇറ്റ് വിൽ ബി ഇൻ എ പീക്ക്. അതിനുശേഷം ഇതെന്തായാലും കൂടും. പോപ്പുലേഷൻ ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഫ്യൂച്ചറിൽ. പ്ലാനിങ് ഫോർ ജോബ്സ് ആൻഡ് എൽഡർ കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റ്, വൈ ഈസ് ദി ഫെർട്ടിലിറ്റി റേറ്റ് ഗോയിങ് ഡൗൺ എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ഫ്യൂവർ ചിൽഡ്രൻ ആർ ബീയിങ് ബോൺ ബിക്കോസ് ഈ ഒരു ഫാമിലി പ്ലാനിങ് എന്നുള്ള ആ ഒരു പരിപാടി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് വർക്ക്ഡ് വെൽ. പിന്നെ സിറ്റീസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അർബണൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സിറ്റീസിലെ ആൾക്കാർ കുറച്ച് ദേ ആർ പ്രിഫറിങ് ടു ഹാവ് വെരി ഫ്യൂ ചിൽഡ്രൻ. ഓക്കെ, പിന്നെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും ഇൻകം ആണെന്നുണ്ടെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ ലെവൽസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ദേ പ്രിഫർ വെരി സ്മോൾ ഫാമിലീസ്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ യൂത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ബർത്ത് റേറ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ കൂടി ഇന്ത്യ സ്റ്റിൽ ഹാസ് എ ലോട്ട് ഓഫ് യങ് പീപ്പിൾ. ഓക്കെ, ഇത് നമുക്ക് ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് ചാൻസ്. അതായത് ഇനി നമ്മൾ ഇഫ് ഇന്ത്യ ഇൻവെസ്റ്റ് ഇൻ ഗുഡ് എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്സ് ഹെൽത്ത് കെയർ ആൻഡ് നമ്മൾ ഒരുപാട് ജോബൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാനുള്ള ഈ ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് ഒരു 15 തൊട്ട്
64 വയസ്സ് വരെയുള്ള ആൾക്കാർ, ആ ഒരു പരിധിയിലാണ് ഈ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. സോ ആ ഒരു ആ എമൗണ്ട്, അതായത് നമ്മുടെ ചിൽഡ്രനും എൽഡർലി ആൾക്കാരും ഉണ്ടല്ലോ, സോ അതൊരു ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ ആണല്ലേ. അവർ ഡിപ്പെൻഡ് ചെയ്ത്, അവർക്ക് ഇപ്പോൾ ചെറിയ പിള്ളേർക്കും അതേപോലെ വയസ്സായവർക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല. സോ അവരുടെ നമ്പർ ഈ 15 to 64 ഇയേഴ്സുള്ള ഈ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇവരെക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു തരുന്നത്. ഓക്കെ, ഫോർ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എക്കണോമിക് ഔട്ട്പുട്ട്. സോ ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ദാറ്റ് അറൈസസ് ഫ്രം ഷിഫ്റ്റ് ഇൻ എ കൺട്രീസ് ഏജ് സ്ട്രക്ചർ, specifically when the share of the working age population, that is 15 to 64 years, is larger than the dependent population. സോ അതാണ് ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബർത്ത് റേറ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യക്ക് വളരെ ഒരുപാട് യങ് പീപ്പിൾ, ഇന്ത്യയുടെ യൂത്ത്, അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇത് വലിയൊരു ഗ്രേറ്റ് ചാൻസ് ആണ് നമുക്ക്. നമ്മൾ പ്രോപ്പറായിട്ട് ഇന്ത്യ ഗുഡ് എഡ്യൂക്കേഷനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഹെൽത്ത് കെയർ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടിക്കഴിഞ്ഞാൽ ദിസ് ക്രിയേറ്റ്സ് എ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള വേറൊരു കാര്യം, നമ്മുടെ വയസ്സായ ആൾക്കാരുടെ ആ ഒരു പോപ്പുലേഷൻ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എൽഡർലി പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് മീൻസ് ഇന്ത്യ നീഡ്സ് ടു ഇംപ്രൂവ് പെൻഷൻ സിസ്റ്റം അല്ലേ. സോ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ആൾക്കാർക്ക്, അതായത് വയസ്സായ ആൾക്കാർക്ക് പൈസ കിട്ടണമല്ലോ. സോ older people have money after retirement, so we need to improve the pension system. അതേപോലെ തന്നെ ആ ഒരു ഹെൽത്ത് കെയർ അത് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. വി ഷുഡ് ബിൽഡ് ബെറ്റർ ഹെൽത്ത് കെയർ ഫോർ ദി എൽഡർ പീപ്പിൾ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓൾഡ് ഏജ് ഹോംസും മെഡിക്കൽ ഹെൽപ്പൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. സോ ഇന്ത്യ ഹാസ് ഫ്യൂവർ ബർത്ത് ബട്ട് എ യങ് വർക്ക് ഫോഴ്സ് റൈറ്റ് നൗ. സോ നമ്മൾ കുറച്ചും കൂടി നല്ല ട്രെയിനിങ്ങും അതേപോലെ സപ്പോർട്ടൊക്കെ യൂത്തിന് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഗ്രോ ഫാസ്റ്റർ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടത് അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു പ്രിപ്പയർ ഫോർ മോർ ഓൾഡ് പീപ്പിൾ ബൈ ഇംപ്രൂവിങ് പെൻഷൻസ് ആൻഡ് ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഫ്രീഡത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു UNFPA അവർ പറഞ്ഞിരിക്കുന്നത് ആൾക്കാർക്ക് എപ്പോൾ പിള്ളേർ വേണം അല്ലെങ്കിൽ എത്ര പിള്ളേർ വേണം എന്നുള്ള ആ ഒരു ഫ്രീഡം ഒക്കെ ആൾക്കാർക്ക് കൊടുക്കണം. ഓക്കെ, വിത്തൗട്ട് പ്രഷർ ഓർ ഫോഴ്സ്. പീപ്പിൾ ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു ഡിസൈഡ് ഇഫ് ആൻഡ് വെൻ ടു ഹാവ് ചിൽഡ്രൻ. സോ ദിസ് മീൻസ് ദാറ്റ് നമ്മുടെ പോളിസീസ് ഒരു വോളണ്ടറി ഫാമിലി പ്ലാനിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ. അതല്ലാതെ ആൾക്കാരെ ഫോഴ്സ് ചെയ്യരുത്. നോട്ട് ഫോഴ്സ് പീപ്പിൾ ടു ഹാവ് ഫ്യൂവർ ചിൽഡ്രൻ. അതേപോലെ തന്നെ ആൾക്കാർക്ക് അവരുടെ ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പീപ്പിൾ ഷുഡ് ഹാവ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് അല്ലേ, ടു മേക്ക് ദെയർ ഓൺ ചോയ്സസ് എന്നുള്ളതാണ്. സോ പിന്നെ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഇന്നലത്തെ ന്യൂസിൽ പറഞ്ഞല്ലോ, നമ്മുടെ സെൻസസിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു. സോ സെൻസസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡിലേ, ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഓക്കെ, സെൻസസ് ഗീവ്സ് അസ് ആൻ അക്യുറേറ്റ് ഡാറ്റ അല്ലേ. പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ സെൻസസിന് തരാൻ കഴിയും. അതായത് ഏജ് ഗ്രൂപ്പിനെ പറ്റിയിട്ടും ജെൻഡറിനെ പറ്റിയിട്ടും ജോബ്സ്, ഹൗസിങ് എക്സെട്ര. സോ ഈ ഒരു ഡിലേ വന്നതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ റിലയബിൾ ആയിട്ടുള്ളൊരു ഡാറ്റ ഇല്ല. ഓക്കെ, സോ ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാക്കും. അതായത് ഈ വെൽഫെയർ സ്കീംസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ഫുഡിലും ഹൗസിങ്ങിലും ഒക്കെയുള്ള ആ ഒരു വെൽഫെയർ സ്കീംസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടാക്കും ഗവൺമെൻറ്റിനെ. സോ ഡാറ്റാ ബേസ്ഡ് പോളിസീസ് ബിക്കം വീക്കർ ഓർ ഔട്ട്ഡേറ്റഡ്. സോ നമുക്കതിൽ സമ്മറി ആയിട്ട് പറയാൻ കഴിയുന്നത്, ആൾക്കാരുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് അത് റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അവരൊരിക്കലും ഫോഴ്സ് ചെയ്യരുത്. ആൻഡ് പിന്നെ ഡിലേ, ഈ ഒരു സെൻസസിൽ വരുന്ന ഡിലേ ഇറ്റ് ഡെഫിനറ്റ്ലി ഹേർട്സ് അവർ പ്ലാനിങ് ആൻഡ് പോളിസി ഡിസിഷൻസ്. സോ ഈ ഒരു അപ്ഡേറ്റഡ് ഡാറ്റ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാർഡ് ടു ടാർഗറ്റ് ഹെൽപ്പ് വേർ ഇറ്റ്സ് നീഡഡ് എന്നുള്ളതാണ്. സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ്. ഓക്കെ, ദ ഹസാർഡ്സ് ഓഫ് ഗോയിങ് ഗ്ലോബൽ ഓൺ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്സിനെ പറ്റിയിട്ടാണ്. Okay, we'll discuss about the talks and diplomacy both between the two countries and in global forums. So ഇതൊന്നും നേരെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ അല്ലേ. എസ്പെഷ്യലി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം ഈ ഒരു ഡിപ്ലോമാറ്റിക് ടോക്സ് പാകിസ്ഥാനുമായിട്ട് അത് നേരെ വർക്കായിട്ടില്ല. ഓക്കെ,
എസ്പെഷ്യലി ആഫ്റ്റർ ഈവൻസ് ലൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ. നമുക്കറിയാം ഇറ്റ് ഈസ് എ കൗണ്ടർ ടെററിസം സ്ട്രൈക്ക് അല്ലേ. സോ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ആണ്. പിന്നെ പാകിസ്ഥാൻ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. അതായത് ഈ ഇന്നത്തെ ഹിന്ദുവിനുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി, പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. സോ ഈ തീവ്രവാദികൾക്കൊക്കെ ഓപ്പണായിട്ട് പാകിസ്ഥാൻ്റെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടക്കാം, വലിയ സീനൊന്നുമില്ല. അതേപോലെ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ ആ ഒരു കൗണ്ടർ ടെററിസം സ്ട്രൈക്കിൽ മരിച്ച കുറേ തീവ്രവാദികളുണ്ടല്ലോ. ഓക്കെ, സോ അവരുടെ ഫ്യൂണറലിൽ ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഒഫീഷ്യൽസിന് പങ്കെടുക്കാം, പക്ഷെ അവർ ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് അവരുടെ സ്റ്റാൻഡ്. അതാണ് പാകിസ്ഥാൻ ഓഫൺ ഡിനൈസ് ഇറ്റ്സ് റോൾ ഇൻ ടെററിസം. ഓക്കെ, ആൻഡ് മേക്കിംഗ് പീസ് ടോക്സ് വെരി ഇൻഎഫക്റ്റീവ്. പിന്നെ നമുക്ക് നോക്കാനുള്ള യു എൻ്റെ ഒരു കാര്യം നമുക്കിവിടെ നോക്കണം. അതായത് ജമ്മു കാശ്മീർ ആ ഒരു ഇഷ്യൂവിൽ യു എൻ്റെ പൊസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു എൻ്റെ റിപ്പോർട്ട്സിലും മാപ്പുകളിലൊക്കെ ദേ യൂസ് വെരി അൺക്ലിയർ ഓർ വേഗ് ലാംഗ്വേജ് അബൌട്ട് ജമ്മു ആൻഡ് കാശ്മീർ. സോ ഇത് ഇന്ത്യയുടെ ക്ലെയിംസിനെ ഇന്റർനാഷണലി വളരെയധികം ഹേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആസ് ഇറ്റ് മേക്സ് ഇന്ത്യസ് പൊസിഷൻ സീംസ് ലെസ് ഫേം ഓർ ലെസ് സപ്പോർട്ടീവ്. 1996 നമ്മളൊരു ആൻറ്റി ടെററിസം പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു. ഓക്കെ, 1996 നമ്മളൊരു ഗ്ലോബൽ ട്രീറ്റി ടു ഫൈറ്റ് ടെററിസം നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് ഒരുപാട് ദൂരമൊന്നും പോയില്ല. ഓക്കെ, ഇറ്റ് ഡിഡ്ന്റ് ഗോ ഫാർ ബിക്കോസ് കൺട്രീസിന് മനസ്സിലായില്ല, ദേ കുഡന്റ് എഗ്രി ഓൺ എന്താണ് റിയൽ ടെററിസം എന്ന് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു ടൈമിൽ. വാട്ട് എക്സാക്ട്ലി കൗണ്ട്സ് ആസ് ടെററിസം അതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു നമ്മൾ മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം, ഈ ഒരു ഗ്ലോബൽ ട്രീറ്റി ടു ഫൈറ്റ് ടെററിസം, അത് അധികകാലം മുന്നോട്ട് പോയില്ല. കൺട്രീസ് കുഡന്റ് എഗ്രി ഓൺ വാട്ട് എക്സാക്ട്ലി കൗണ്ട്സ് ആസ് ടെററിസം. ചില ആൾക്കാർ ഭയന്നത് ഇറ്റ് മൈറ്റ് ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ സർട്ടൻ റീജിയൻസ് ആൻഡ് ഓൾ. പിന്നെ ഇവർക്ക് കുറച്ച് ബോധം വന്നതുണ്ടല്ലോ, നമ്മുടെ 9/11 അറ്റാക്ക് നടന്നല്ലോ. ഓക്കെ, US ആ ഒരു 9/11 അറ്റാക്കിന് ശേഷം UN മനസ്സിലായി ഇതാണ് ടെററിസം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദി 9/11 അറ്റാക്ക് ദ UN became more serious about terrorism. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇന്ത്യയുടെ ഒരു ടെററിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസിൽ നമ്മുടെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്സിൽ UN നമ്മൾ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലേ. അല്ല, ഒപ്പോസും ചെയ്തിട്ടില്ല, സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നത്. സോ നമുക്ക് ഒരു സപ്പോർട്ട്, നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യണമല്ലോ. നമ്മളൊരു കൗണ്ടർ ടെററിസം മെഷറാണല്ലോ എടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരൊരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തത്. സോ വിച്ച് ഇന്ത്യ സീസ് ആസ് എ ലാക്ക് ഓഫ് സപ്പോർട്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സും ഇന്ത്യയുടെ സ്ട്രൈക്കുമാണ്. അതായത് UN പറയുന്നത് ഈ ഒരു കൗണ്ടർ ടെറർ ആക്ഷൻസ് ഉണ്ടല്ലോ, ഇത് ഹ്യൂമൻ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇറ്റ് വിൽ മേക്ക് ഇന്ത്യയുടെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോളിസിയെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ് UN. സോ ഇന്ത്യ നീഡ്സ് ടു ഷോ ഇറ്റ് ഈസ് ആക്ടിങ് വിത്തിൻ ഇന്റർനാഷണൽ ലോ അല്ലേ. നമ്മളൊരു ഇന്റർനാഷണൽ ലോ ആ ഒരു പരിധി വിട്ടിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് വിത്തിൻ ദി ഇന്റർനാഷണൽ ലോ അല്ലേ. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ടാർഗറ്റ് ചെയ്തത് ഈ ഒരു ഈ തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് അല്ലേ. സോ ക്രിട്ടിക്സ് പറയുന്നത് ഈ ഒരു ഹ്യൂമൻ റൈറ്റ് ആർഗ്യുമെന്റ് ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു നമ്മളെ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സ്ട്രൈക്സിനൊക്കെ അവർ പറയുന്നത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആർഗ്യുമെന്റ് അവിടെ ക്രിട്ടിക്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഇപ്പോൾ ജമ്മു കാശ്മീരിലൊക്കെ ഉള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, JNKയുടെ കാര്യം എന്നുള്ളത് പക്ക ഇന്റേണൽ മാറ്ററാണ്. അവിടെ ഞങ്ങൾക്ക് വേറെ ഒരാളുടെയും മറ്റേ മീഡിയേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള സ്റ്റാൻഡ് ഇന്ത്യ നല്ല പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ്റെ ആവശ്യമില്ല, നോട്ട് ഈവൻ ദി UN ഓർ അതർ കൺട്രീസ്. ഇന്ത്യ സേസ് കാശ്മീർ ഈസ് ഇന്ത്യസ് ഇന്റേണൽ മാറ്റർ ആൻഡ് വോണ്ട് ഡിസ്കസ് ഇറ്റ് ഇന്റർനാഷണലി. സോ ഈ ഒരു ഡിപ്ലോമാറ്റിക് ചാലഞ്ചസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യ ഫേസസ് ഡിപ്ലോമാറ്റിക് ചാലഞ്ചസ് ഇൻ ഡീലിംഗ് വിത്ത് പാകിസ്ഥാൻ ആൻഡ് ടെററിസം. അതിൽ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ UN ആ ഒരു അൺക്ലിയർ സ്റ്റാൻസ് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള UN ഒരു അൺക്ലിയർ സ്റ്റാൻസ് ആണ്. നമ്മുടെ ഈ എന്തായിരുന്നു ആളുടെ പേര്, ആ ഒരു പാകിസ്ഥാൻ്റെ മിലിറ്ററി കമാൻഡർ ഉണ്ടായിരുന്നല്ലോ, പുള്ളി പറഞ്ഞത് കാശ്മീർ എന്നുള്ളത് അവരുടെ ജുഗുലാർ വെയിൻ അങ്ങനെ എന്തോന്ന് പറഞ്ഞത്. സോ കാശ്മീർ കംപ്ലീറ്റ് അവരുടെയാണ്, അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാക്കണം, തിരിച്ചു കൊടുക്കണം എന്നാണ് പുള്ളിയൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. പുള്ളി ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു സ്പീച്ചായിരുന്നു അന്ന് നടത്തിയത്. ഓക്കെ,
പുള്ളിയുടെ പേര് മറ്റേ അസീം മുനീർ. അസീം മുനീർ ആ ഒരു ഫീൽഡ് മാർഷൽ, പുള്ളി ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ടോക്കാണെന്നൊക്കെ നടത്തിയത്. പിന്നെ നമുക്കിവിടെ ഒരു നമ്മൾ ഡിപ്ലോമാറ്റിക് ചാലഞ്ചസിനെ പറ്റിയാണ് നോക്കിയത് അല്ലേ. സോ ഇന്ത്യക്ക് കിട്ടാവുന്ന ആ ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട്, കൗണ്ടർ ടെററിസം മെഷേഴ്സിനെതിരെ കിട്ടാവുന്ന ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. ഓക്കെ. സോ ഇന്ത്യ നേരെ പറഞ്ഞിരിക്കുന്നത് കാശ്മീരിൽ ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ് നമ്മൾ അനുവദിക്കുന്നതല്ല എന്ന് ഓപ്പണായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞത് ആ ഒരു ഡിപ്ലോമാറ്റിക് ചാലഞ്ചസിനെ പറ്റിയിട്ടാണ് ഇൻ ഡീലിംഗ് വിത്ത് പാകിസ്ഥാൻ ആൻഡ് ടെററിസം ഡ്യൂ ടു ദി UN's അൺക്ലിയർ സ്റ്റാൻഡ്സ് ഓൺ ജമ്മു ആൻഡ് കാശ്മീർ, അതേപോലെ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫോർ ഇന്ത്യാസ് കൗണ്ടർ ടെററിസം മെഷേഴ്സ് ആൻഡ് ആ ഒരു നമ്മൾ കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞാൽ അവിടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇഷ്യൂ. ഓക്കെ. സോ ദ ഗ്ലോബൽ ഫോക്കസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ കൗണ്ടർ ടെററിസം, ഇതൊക്കെ പ്രശ്നമാണ്. Okay, so India now firmly asserts that no outside interference in Kashmir is allowed. So ഇനി നമുക്ക് we'll look on to some insights. So UN-ന്റെ ഒരു ഓൾഡ് വ്യൂ, അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. UN's old view on Kashmir hurts India's case. So UN has a very long history of seeing Kashmir as a disputed region. UN നമ്മുടെ കാശ്മീരിനെ കാണുന്നത് ഒരു ഡിസ്പ്യൂട്ടഡ് റീജിയൺ ആയിട്ടാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ഹാർഡ് ഫോർ ഇന്ത്യ ടു ചേഞ്ച് മൈൻഡ്സ് ടുഡേ. ഓക്കെ. ഈ ഒരു ഓൾഡ് നരേറ്റീവ് ആണ്. ദിസ് സ്റ്റിൽ ഷേപ്സ് ഗ്ലോബൽ ഒപ്പീനിയൻ. സോ ദിസ് ഈസ് മേക്കിംഗ് ഇറ്റ് ഹാർഡ് ഫോർ ഇന്ത്യ ടു ചേഞ്ച് മൈൻഡ്സ് ടുഡേ. പിന്നെ UN-ന്റെ മാപ്പൊക്കെ വളരെ വേഗമാണ്. ഓക്കെ. UN-ന്റെ മാപ്പ് പ്രകാരം കാശ്മീർ എന്നുള്ളത് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഇത് ഇന്ത്യയുടെ പാർട്ടൊന്നും അല്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർലി എ പാർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. സോ ഇതുകൊണ്ട് തന്നെ ഒരുപാട് കൺട്രീസ് ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നത് കാശ്മീർ ഇഷ്യൂവിൽ. ഓക്കെ. ആൻഡ് ഡോണ്ട് ഓപ്പൺലി സപ്പോർട്ട് ഇന്ത്യാസ് പൊസിഷൻ. ഓക്കെ. കാശ്മീർ നമ്മുടെ സ്ഥലമാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് UN-ന്റെ മാപ്പും കാര്യങ്ങളൊക്കെ വളരെ വേഗമായതുകൊണ്ടാണ് ഒരുപാട് കൺട്രീസ് ഇപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ഇതിൽ എടുക്കുന്നത്. ഓക്കെ. ആൻഡ് ദേ ഡോണ്ട് ഓപ്പൺലി സപ്പോർട്ട് ഇന്ത്യാസ് പൊസിഷൻ. പിന്നെ ഇന്ത്യാസ് ടെററിസം പുഷ് ഫേസസ് ചാലഞ്ചസ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ വാണ്ട്സ് ദ വേൾഡ് ടു ടേക്ക് ക്രോസ് ബോർഡർ ടെററിസം വെരി സീരിയസ്ലി. പക്ഷെ ചില സമയത്ത് ഇത് നമുക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. നമ്മൾ പണ്ട് ഒരുപാട് ഫ്രീഡം മൂവ്മെൻറ്റ്സിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ശരിയാണ്. അപ്പോൾ ചില കൺട്രീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് നമ്മൾ കുറച്ച് ഫ്രീഡം മൂവ്മെൻറ്റ്സിനൊക്കെ പണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വിച്ച് അതർ കൺട്രീസ് നൗ യൂസ് ടു ക്വസ്റ്റ്യൻ ഇന്ത്യസ് കറണ്ട് സ്റ്റാൻഡ്. പിന്നെ മെയിനായിട്ട് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടെററിസം എന്നതിനെ ടെററിസത്തിന് പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ദി ഗ്ലോബൽ ഡെഫിനിഷൻ ഓഫ് ടെററിസം ഈസ് അൺക്ലിയർ. സോ നോട്ട് എവരി വൺ എഗ്രീസ് വിത്ത് ഇന്ത്യാസ് വ്യൂ എന്നുള്ളതാണ്. പിന്നെ UN-ന്റെ ഒരു ആൻറ്റി ടെറർ ബോഡിക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. UN ഒരു കൗണ്ടർ ടെററിസം കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഫൈറ്റ് ടെററിസം വിത്ത് ഹെൽപ്പ് ഫ്രം ഓൾ പാർട്സ് ഓഫ് സൊസൈറ്റി. മിലിറ്ററി വൈസ് അല്ല. ഓക്കെ. നോട്ട് ജസ്റ്റ് മിലിറ്ററി, ഇറ്റ് ഈസ് ടു ഫൈറ്റ് ടെററിസം വിത്ത് ഹെൽപ്പ് ഫ്രം ഓൾ പാർട്ട് ഓഫ് സൊസൈറ്റി. ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിനെയും നാഷണൽ സോവറിനിറ്റിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ. അത് UN ആയതുകൊണ്ട് തന്നെ അവർ അങ്ങനെയായിരിക്കും ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. സോ ഇതെല്ലാം ഇറ്റ് ഈസ് മേക്കിംഗ് ഹാർഡ് ഫോർ ഇന്ത്യ ടു ഗെറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ബേസ്ഡ് സപ്പോർട്ട് ഫ്രം ദി UN. ഓക്കെ. പിന്നെ നമ്മുടെ ഷിംല എഗ്രിമെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിംല എഗ്രിമെൻറ്റ് ഹാസ് സപ്പോർട്ടഡ് ബയലാറ്ററൽ ടോക്സ്. ഓക്കെ. അതായത് ഒരുപാട് മോസ്റ്റ് കൺട്രീസ് സേസ് ദാറ്റ് ദി 1972 ഷിംല എഗ്രിമെൻറ്റ്, നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻറ്റ് വിച്ച് മീൻസ് കശ്മീർ ഷുഡ് ബി സെറ്റിൽ ഡയറക്ട്ലി ബിറ്റ്വീൻ ദി ടു കൺട്രീസ്. ഓക്കെ. ഇതിൽ UN-ൻ്റെയോ US-ൻ്റെയോ ആവശ്യമില്ല എന്ന് നമ്മൾ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിൽ വേണ്ടാന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഷിംല എഗ്രിമെൻറ്റിൽ. അല്ലെ, 1972 ഷിംല എഗ്രിമെൻറ്റ് പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. സോ ഈ ഒരു കാശ്മീർ ഡിസ്പ്യൂട്ട് നമ്മൾ ഇന്ത്യ പാകിസ്ഥാനും കൂടിയിട്ട് വി ഷുഡ് സെറ്റിൽ ദിസ് ഡയറക്ട്ലി. ഓക്കെ. ആൻഡ് വി ഡോണ്ട് നീഡ് എനി തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് മാച്ചസ് ഇന്ത്യസ് കറണ്ട് പോളിസി. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ ഒരു കോർ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വാണ്ട്സ് ടു സോൾവ് ദ ഇഷ്യൂ ത്രൂ ഡയറക്റ്റ് ടോക്സ് വിത്ത് പാകിസ്ഥാൻ. ഓക്കെ. നമുക്കിവിടെ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിനൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഡയറക്റ്റായിട്ട് പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്.
സോ ബയലാറ്ററൽ ഡിപ്ലോമസി ഗീവ്സ് ഇന്ത്യ മോർ കൺട്രോൾ ആൻഡ് ലെസ് ഔട്ട്സൈഡ് പ്രഷർ എന്നുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു ന്യൂസ് സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് യു എന്നിൻ്റെ പഴയ അവരുടെ ആ ഒരു പഴയ ഓൾഡ് യു എൻ വ്യൂവും അതേപോലെ തന്നെ അവരുടെ ആ വേഗായിട്ടുള്ള മാപ്സും നമ്മുടെ കാശ്മീരിൽ ഇറ്റ് വിൽ ഹേർട്ട് ഇമേജ് ഓൺ കാശ്മീർ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു ടെററിസം സ്ട്രഗിൾസിലുള്ള ആ ഒരു ഇന്ത്യസ് പുഷ് ഓൺ ടെററിസം സ്ട്രഗിൾ ഡ്യൂ ടു പാസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് അൺക്ലിയർ ഗ്ലോബൽ റൂൾസ് എന്നുള്ളതാണ്. സോ യു എന്നിന് വേണ്ടത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് റെസ്പെക്റ്റിംഗ് ആക്ഷൻ ആണ്. ഓക്കെ, സ്ട്രൈക്സ് അല്ല വേണ്ടത്. അവർ പറയുന്നത് അവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ എന്തെന്നാൽ കൂടി നമ്മൾ ആ ഒരു ഷിംല അഗ്രിമെന്റ് ഇന്ത്യയുടെ വ്യൂ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കീപ്പിംഗ് ഇറ്റ് ബയലാറ്ററൽ ആൻഡ് വി ഡോണ്ട് നീഡ് ഔട്ട്സൈഡേഴ്സ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് ദി എൻഡ് ഗെയിം ഇൻ ദി റഷ്യ-യുക്രൈൻ വാർ. ഇപ്പോൾ യുക്രൈൻ ഒരു പുതിയൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നു അല്ലേ, ഓപ്പറേഷൻ സ്പൈഡർ വെബ്. ഡ്രോൺ അറ്റാക്ക് ആയിരുന്നു അല്ലേ. ദേ ലോഞ്ച്ഡ് എ ഡ്രോൺ അറ്റാക്ക് ക്യാമ്പയിൻ ഓൺ റഷ്യൻ മിലിറ്ററി ബേസസ്. സോ ഇവർ തമ്മിലുള്ള ടെൻഷൻ കുറച്ചും കൂടി കൂട്ടിയിരിക്കുകയാണ് അല്ലേ. ആൻഡ് ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ടെൻഷൻസ് ആൻഡ് റിസ്ക് ഓഫ് ഫെർദർ വാർ. സോ ഈ ഒരു ഡ്രോൺസിൻ്റെ ആ ഒരു ട്രെൻഡിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. സോ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഡ്രോൺസിനെ പറ്റിയിട്ട് കുറച്ചും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നിങ്ങളുടെ മെയിൻസിനും പ്രിലിംസിനും എന്തായാലും ഉപകാരപ്പെടും. കാരണം ഗ്ലോബലി എല്ലാവരും ഡ്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ അറ്റാക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. സോ പിന്നെ പീസ് ടോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്താംബുളിൽ വെച്ചിട്ട് ന്യൂ ടോക്സ് ആർ ഹാപ്പനിങ്. അതേപോലെ ദേ ആർ ഫോക്കസിങ് ഓൺ പ്രിസണർ എക്സ്ചേഞ്ച്. ഓക്കെ, അതേപോലെ ഒരു പോസിബിൾ സീസ് ഫയറിലൊക്കെ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 2022 ശേഷം ഇതാണ് കേട്ടോ ഒരു ഫസ്റ്റ് സീരിയസ് ടോക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. 2022 ശേഷം സീരിയസ് ആയിട്ടുള്ളൊരു ടോക്കുകളും കാര്യങ്ങളും നടന്നിട്ടില്ല. സോ ദീസ് ആർ ദ ഫസ്റ്റ് സീരിയസ് ടോക്സ് സിൻസ് 2022. പിന്നെ ട്രംപിൻ്റെ ആ ഒരു മീഡിയേഷൻ പ്രപ്പോസലാണ്. അതായത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ അണ്ടറിൽ US ഒരു പീസ് ഡീൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് യുക്രൈൻ ന്യൂട്രലായിട്ട് നിൽക്കണം. ഓക്കെ, നാറ്റോ ഇതിൽ ഇടപെടില്ല. നമുക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. നാറ്റോയിലുള്ള ആൾക്കാർക്ക് എതിരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എതിരെയുള്ള അറ്റാക്കായിട്ട് കണക്കാക്കിയിട്ട് അവർ തിരിച്ച് അടിക്കും. സോ നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസൊക്കെ അത്യാവശ്യം യൂറോപ്യൻ യൂണിയൻ ഏകദേശം കുറേ ആൾക്കാർ നാറ്റോയിലുണ്ട്. സോ ഇവർ റഷ്യക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ചിലപ്പോൾ ന്യൂക്ലിയർ ബോംബ് എടുത്ത് പൊട്ടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുക്രൈൻ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കണം, നാറ്റോനെ ഒന്നും ഇതിൽ കൊണ്ടുവരരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ പറഞ്ഞിരിക്കുന്നത് ദർ വിൽ ബി നോ ടെറിട്ടറി ചേഞ്ചസ് എന്നുള്ളതാണ്. അത് ഫ്രീസ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ റഷ്യയുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ റഷ്യ പറയുന്നത് യുക്രൈൻ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കണം. ഓക്കെ, നാറ്റോനൊന്നും ഇതിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ മിലിറ്ററി ഒരു ഡീമിലിറ്ററൈസേഷൻ കൊണ്ടുവരണം. ഇറ്റ് ഷുഡ് ബി മിലിറ്ററൈസ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ ഡീനാസിഫൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു സീസ് ഫയർ, ഒരു ഗ്യാരണ്ടീഡ് സീസ് ഫയർ യുക്രൈൻ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം റഷ്യ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. യുക്രൈൻ തിരിച്ച് ഡിമാൻഡ് ചെയ്യുന്നത് യുക്രൈന് വേണ്ടത് ഒരു US ബാക്ക്ഡ് സെക്യൂരിറ്റിയാണ് അല്ലേ. നാറ്റോ ലൈക്ക് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ബട്ട് വിത്തൗട്ട് ഒഫീഷ്യലി ജോയിനിങ് നാറ്റോയിൽ ഒഫീഷ്യലി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കളി മാറും. ഓക്കെ, സോ US ഇവരെ ബാക്ക് ചെയ്യണം. US ഷുഡ് ബാക്ക് സെക്യൂരിറ്റി വിത്ത് യുക്രൈൻ. ആൻഡ് അതേപോലെ തന്നെ ഒരു നാറ്റോ പ്രൊട്ടക്ഷൻ പോലെ, പക്ഷെ നാറ്റോയിൽ ബട്ട് വിത്തൗട്ട് ഒഫീഷ്യലി ജോയിനിങ് നാറ്റോ. ഫ്രീഡം ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് മിലിറ്ററിലി എന്നാണ് യുക്രൈന് വേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ദേ നീഡ് ഫ്രീഡം ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ്. മിലിറ്ററി വൈസ് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ, അവർക്ക് അവരുടെ ആ ഒരു രാജ്യം ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു അവകാശം അവർക്ക് വേണം. ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കണം എന്നാണ് യുക്രൈൻ പറയുന്നത്. യൂറോപ്പിൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ ചില യൂറോപ്യൻ കൺട്രീസ് പറയുന്നത് സ്മോൾ മിലിറ്ററി ഫോഴ്സസ് വെക്കണം. ഓക്കെ, ടു കീപ് പീസ് എന്നാണ് അവർ പറയുന്നത്. യുക്രൈൻ ഷുഡ് ഹാവ് എ സ്മോൾ മിലിറ്ററി ഫോഴ്സ് ടു കീപ് പീസ്. അതേപോലെ ഈ ഒരു റഷ്യയുടെ മേലെയുള്ള സാങ്ഷൻസൊക്കെ ഗ്രാജുവലി റിമൂവ് ചെയ്യണം. ഓക്കെ, പീസാണ്, അതായത് ഓൺലി ഇഫ് പീസ് ഹോൾഡ്സ് ഗ്രാജുവൽ റിമൂവൽ ഓഫ് സാങ്ഷൻസ് ഓൺ റഷ്യ എന്ന് യൂറോപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
സോ ഇവിടെയുള്ള വേറെ കീ ഇൻസൈറ്റ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരങ്ങൾ, അതായത് ഒരു ടോക്സും കാര്യങ്ങളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. സോ ഡിപ്ലോമസി ഈസ് സ്ലോലി റിട്ടേണിങ് ആൻഡ് താങ്ക്സ് ടു US എഫേർട്സ് ആൻഡ് ഇസ്താംബുൾ മീറ്റിംഗ്. പിന്നെ യുക്രൈൻ ആസ് എ പ്രോക്സി ആയിട്ട് നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ യുക്രൈൻ ഫൈറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി വെസ്റ്റേൺ സപ്പോർട്ട് വെച്ചിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, ഇറ്റ്സ് പാർട്ട് ഓഫ് എ ബിഗർ നാറ്റോ വാസസ് റഷ്യ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് സേ, ലൈക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ബിഗർ നാറ്റോ വാസസ് റഷ്യ കോൺഫ്ലിക്റ്റ്. സെക്യൂരിറ്റി ആൻഡ് സോവറിറ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യുക്രൈന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നാറ്റോ ലൈക്ക് പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കണം. പക്ഷേ റഷ്യ ഡിമാൻഡ് ചെയ്യുന്നത് യുക്രൈൻ ന്യൂട്രലായി നിൽക്കണം. ഓക്കെ, ഇങ്ങനത്തെ നാറ്റോ പോലെയുള്ള ടൈപ്പുകളെന്നൊക്കെ വിട്ടിട്ട് ന്യൂട്രലായിട്ട് നിൽക്കണം, ഒറ്റയ്ക്ക് അടിക്കണം എന്നുള്ള ആ ഒരു മൈൻഡാണ് റഷ്യ. ഓക്കെ, പിന്നെ പീസ് ഡീൽ വീക്കാവാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു സീസ് ഫയർ ഐഡിയാസ്. ഓക്കെ, ദ സീസ് ഫയർ ഐഡിയാസ് ഇൻക്ലൂഡ് നോ നാറ്റോ ഫോർ യുക്രൈൻ. അതേപോലെ ഇപ്പോൾ എവിടെയാണോ യുക്രൈൻ മിലിറ്ററിയും റഷ്യൻ മിലിറ്ററിയും നിൽക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ, അവർ അവിടെ നിൽക്കണം. നോ വൺ മൂവ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രോസൺ ഫ്രണ്ട് ലൈൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ സാങ്ഷൻസ് ആർ ഈസിങ് ഫോർ റഷ്യ ഇഫ് ഇറ്റ് ബിഹേവ്സ്. പക്ഷെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ആ ഒരു വിശ്വാസം ഭയങ്കര കുറവാണ്. ട്രസ്റ്റ് ഈസ് വെരി ലോ. ഓക്കെ, സോ ഈ ഒരു പീസ് ഡീലിലൊരു സക്സസ് ആവുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി അൺസർട്ടൈൻ. പിന്നെ ന്യൂക്ലിയർ റിസ്കിൻ്റെ കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് റഷ്യൻ മണ്ണിലാണ് ഈ യുക്രൈൻ കയറിയിട്ട്, അതും ഡീപ്പ് ഇൻസൈഡ് അവരുടെ ആ ഒരു മിലിറ്ററി ബേസിലൊക്കെ കയറിയിട്ടാണ് അടിച്ചിരിക്കുന്നത്, ഡ്രോൺ സ്ട്രൈക്സ് നടത്തിയിരിക്കുന്നത്. സോ ഒരുപാട് റഷ്യൻ സോയിലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദേ മേ പുഷ് റഷ്യ, അതായത് റഷ്യ മേ പുഷ് ക്ലോസർ ടു യൂസിങ് ന്യൂക്ലിയർ വെപ്പൺസ്. അല്ലേ, അവരുടെ മിലിറ്ററി റൂൾസ് അനുസരിച്ച് ചിലപ്പോൾ അവർ ന്യൂക്ലിയർ വെപ്പണൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു മിസ്ട്രസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. റഷ്യ സ്റ്റിൽ സീസ് വെസ്റ്റേൺ ഡിപ്ലോമസി ആസ് ഡിസ്ഹോണസ്റ്റ്, അല്ലേ, റീകോളിംഗ് ദ കോൾഡ് വാർ ഡേയ്സ്, അതായത് വെൻ ഇറ്റ് ബിലീവ്സ് ഇറ്റ് വാസ് മിസ്ലെഡ് എന്നുള്ളതാണ്. സോ സമറൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിപ്ലോമാറ്റിക് ടോക്സും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു പീസ് പ്ലാൻ എന്നുള്ളത് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഷെയ്ക്കി ഡ്യൂ ടു ഡീപ്പ് മിസ്ട്രസ്റ്റ് ബിറ്റ്വീൻ യുക്രൈൻ ആൻഡ് റഷ്യ. ഓക്കെ, പിന്നെ റഷ്യക്ക് യു എസിന് തീരെ വിശ്വാസമില്ല, അത് വേറൊരു കാര്യമാണ്. അവിടെ US ആണ് യുക്രൈനെ ബാക്ക് ചെയ്യുന്നത്, അതും റഷ്യക്ക് ഇഷ്ടമല്ല. സോ യുക്രൈന് വേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാറ്റോ പോലെയുള്ളൊരു പ്രൊട്ടക്ഷനാണ്, പക്ഷേ വിത്തൗട്ട് നാറ്റോ. റഷ്യക്ക് വേണ്ടത് യുക്രൈൻ ഒരു ഡീമിലിറ്ററൈസേഷൻ കൊണ്ടുവരണം, അതേപോലെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു ഡ്രോൺ അറ്റാക്ക് ഇറ്റ് ഹാസ് റേസ്ഡ് ദ റിസ്ക് ഓഫ് ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റ്. ഇതൊരു പ്രോക്സി വാറാണ്, അല്ലേ, റിയൽ പീസ് നീഡ്സ് ട്രസ്റ്റ് വിച്ച് ഈസ് സ്റ്റിൽ മിസ്സിങ്.